ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? പല പല കാരണങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടാനായിട്ടുള്ള കാരണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെട്ടവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, എങ്ങനെയാണ് പണം നഷ്ടപ്പെട്ടതെന്ന്. അതിൽ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് പലരുടെയും ധാരണ എന്ന് പറയുന്നത് ഏറ്റവും വില കുറഞ്ഞ ഷെയറുകൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ ഷെയറിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ധാരണ വളരെ തെറ്റാണ്. കാരണം ഏറ്റവും വില കുറഞ്ഞ ഷെയറിൽ നിന്നല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ ഇങ്ങനൊരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലുള്ളത് കൊണ്ട് ആളുകൾ എന്ത് ചെയ്യും? ഏറ്റവും വില കുറഞ്ഞ ഷെയറുകൾ നമ്മൾ മേടിക്കും. അതിൻ്റെ വേറെ ഒന്നും നോക്കില്ല, അതിനൊരു വാല്യുവേഷൻ നോക്കില്ല, ആ ഷെയർ എന്ത് ബിസിനസ്സാണ് നടത്തുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് എന്ത് ബിസിനസ്സാണ് നടത്തുന്നത് നോക്കില്ല, മറ്റൊന്നും നോക്കാതെ നമ്മൾ ആ ഷെയർ മേടിക്കും. അപ്പോൾ ആ ഷെയർ മാത്രമല്ല, അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് അഡ്വൈസുകളുണ്ട്. വെബ്സൈറ്റുകൾ നമുക്ക് ഫ്രീ അഡ്വൈസ് കിട്ടും, ടെലഗ്രാം ചാനലുകൾ കിട്ടും, അതുപോലെ യൂട്യൂബ് ചാനലിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഫ്രീ ആയിട്ടുള്ള അഡ്വൈസ് കിട്ടും ഇങ്ങനെയുള്ള ചെറിയ ഷെയറുകളെ പറ്റി. മറ്റ് സോഴ്സിൽ നിന്നുള്ള റെക്കമെൻഡേഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിശ്വസിക്കും. എന്നിട്ട് ഈ ചെറിയ ഷെയറുകൾ നമ്മൾ വാങ്ങിച്ച് കൂട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും? മാർക്കറ്റ് താഴെ പോയി കഴിയുമ്പോൾ ഒരു സാഹചര്യത്തിൽ പിന്നെ നമുക്ക് വിൽക്കാനായിട്ട് പറ്റില്ല, നമ്മുടെ പണം നമുക്ക് കിട്ടില്ല, ആ പണം നമുക്ക് നഷ്ടമാകും. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട നമുക്ക് പണം നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാരണം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടാനുള്ളത്? അതായത് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ധൈര്യം, അതില്ലായ്മയാണ് നമുക്ക് പണം നഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷെയർ വാങ്ങിച്ചാൽ നമ്മുടെ ധാരണ എന്ന് പറയുന്നത് ആ ഷെയർ ഇനി ഒരിക്കലും താഴേക്ക് പോകില്ല എന്നുള്ളതാണ്. ആ ധാരണ തെറ്റാണ്. അതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് പറയുന്നത്. നമ്മൾ മേടിച്ചത് മാത്രമല്ല, എല്ലാ ഷെയറുകളും ഏതെങ്കിലും ഒരു സമയത്തൊക്കെ താഴേക്ക് പോകും. അപ്പോൾ ഈ സമയത്ത് എന്താണ് നമ്മൾ വിചാരിക്കേണ്ടത്? എന്താണ് നമ്മുടെ ഒരു ഫിയർ? അത് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കണം. കാരണം മാർക്കറ്റ് പ്രൈസ് എന്നത് ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഒന്നും നിയന്ത്രിക്കുന്ന ഒരു സാധനമല്ല അത്. അപ്പോൾ അവിടെ കോടിക്കണക്കിന് ആളുകൾ, അതിൽ വിവരമുള്ളവരുണ്ട്, വിവരമില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ആർത്തിയുള്ള ആൾക്കാരുണ്ട്, പണത്തിന് വേണ്ടിയിട്ട് ആർത്തിയുള്ള ആൾക്കാരുണ്ട്, പേടിയുള്ളവനുണ്ട്, അതുപോലെ പണം ഒരുപാടുള്ളവനുണ്ട്, പണം ഇല്ലാത്തവനുണ്ട്, ലോൺ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്വന്തം പണം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ, പല സൈക്കോളജിയിലുള്ള ആളുകൾ അവരവരുടെ അറിവിനും അവരുടെ മാനസിക നിലയ്ക്കും അനുസരിച്ചാണ് അവിടെ ട്രേഡിങ് നടത്തുന്നത്, അതായത് വിൽക്കലും വാങ്ങലും നടക്കുന്നത്. അപ്പോൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഈ വിലയിൽ എന്ത് സംഭവിക്കും? മാറ്റം സംഭവിക്കും. അപ്പോൾ ഈ പല ആളുകൾക്ക് പല പല കാഴ്ചപ്പാടിലും വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് വിലയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് ശാശ്വതമാണോ? അത് ശാശ്വതമല്ല. അപ്പം നല്ല വാല്യൂ ഉള്ള ഷെയറുകൾ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷെയറുകൾ എത്ര താഴേക്ക് പോയാലും തിരിച്ചു വരും എന്ന ഒരു ധാരണ നമുക്കുണ്ടാകണം. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ നിന്നും നമ്മൾ മേടിച്ച വിലയിനേക്കാളും വില താഴെ പോകുന്നതല്ല പ്രശ്നം, ഇത് തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിവില്ല, നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അതാണ് പ്രശ്നം. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ താഴേക്ക് പോകുമ്പോൾ ആ ഷെയർ വിൽക്കും, നമ്മളെ പേടിപ്പിച്ച് നമ്മളെ കൊണ്ടത് വിൽപ്പിക്കും. അപ്പോൾ അങ്ങനെ പേടിച്ച് വിൽക്കുന്ന സമയത്താണ് നമ്മുടെ പണം രണ്ടാമത് നഷ്ടപ്പെടാനുള്ള ഒരു വലിയ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് സാഹചര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ പണം സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടപ്പെടുകയും ഇല്ല. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.